കഥ ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. മേപ്പടിയതിനു ശേഷം വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ വീക്ക് റിലീസായ ഒരേ ഒരു മെയിൻ സിനിമയാണ്. കഴിഞ്ഞ ആഴ്ച ചാർട്ട് ചെയ്ത സിനിമയാണ്. തിയേറ്റർ കിട്ടാത്തതുകൊണ്ട് ഒരു വീക്ക് തള്ളിയതാണ്. മേപ്പടിയൻ എനിക്ക് കുഴപ്പമില്ല, രസമായിട്ട് തോന്നിയൊരു സിനിമയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റാണ് എനിക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. മേക്കിംഗ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ്, ഒരു ഓൾഡ് സ്കൂൾ, വളരെ ഒരു അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ആയിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് കൊള്ളായിരുന്നു, നമ്മളെ പിടിച്ചിരുന്നുണ്ടായിരുന്നു പല സ്ഥലത്തും. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് തുടങ്ങിയതാണ്. അതായത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഷോട്ട് പോലെ നമുക്കറിയാം ഇതും ഒരു ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണ്. വിഷ്ണുമോഹൻ ഒട്ടും മേക്കിങ്ങിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അതിലും കുറച്ചുകൂടെ താഴോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. കാരണം ഈ മെയിനായിട്ട് വരുന്നവരല്ലാതെ ബാക്കിയുള്ളവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന രീതിയായാലും, ഈവൻ മെയിനായിട്ടുള്ള ചിലരെ കൊണ്ടൊക്കെ തന്നെ അഭിനയിപ്പിക്കുന്നതായാലും, അല്ലാതെ ക്യാമറയുടെ പരിപാടിയായാലും ഒക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് മേക്കിംഗ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ സ്ക്രിപ്റ്റ് കൊള്ളായിരുന്നു ആദ്യത്തെ ഭാഗങ്ങളിൽ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫ്ലോയിൽ രസത്തിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണെങ്കിലും ഞാൻ സ്ക്രിപ്റ്റ് നല്ലോണം ആസ്വദിക്കാറുണ്ട് സിനിമ. പക്ഷേ സെക്കൻഡ് ഹാഫ് സ്ക്രിപ്റ്റും മോശം, മേക്കിങ്ങും മോശം, മൊത്തത്തിൽ കയ്യിൽ നിന്ന് ഒരവസ്ഥ. പ്രത്യേകിച്ച് അവസാനം 40 മിനിറ്റൊക്കെ നമുക്ക് ടോർച്ചറായിരുന്നു. ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഇതെന്താണ് ദുരന്തത്തോട് ദുരന്തവും, അങ്ങനത്തെ ഒരു ഫീലാണ് കണ്ടത്. പിന്നെ ഇതിൽ ബിജു മേനോൻ അടിപൊളിയായിട്ട് ഇതിന് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ്, കുറേ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷേ പുള്ളിയാണ് കുറച്ചുകൂടെ ലീഡ്. അതല്ലാതെ മേത്തിൽ ദേവികയുണ്ട്, പിന്നെ അനു മോഹൻ, നിഖില വിമൽ, ഹക്കീം ഷാജഹാൻ ഉണ്ട്, അനുശ്രീ ഉണ്ട്, പിന്നെ 2 കുട്ടികളുണ്ട്. ഇതിൽ ബിജു മേനോനും ഹക്കീം ഷാജഹാനും ആ 2 കുട്ടികളും നല്ല പെർഫോമൻസ് ആണ്. എല്ലാം റൊമാൻറ്റിക്, 4 പേരുടെ റൊമാൻറ്റിക് സ്റ്റോറീസ് ആണ് പല കാലഘട്ടങ്ങളിലെ. ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു ആന്തോളജി ആണെന്ന് വെച്ചാൽ ആന്തോളജി അല്ല, എന്നാൽ എല്ലാം കൂടെ കണക്റ്റായി നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഈ ബിജു മേനോൻ്റെ കുട്ടികളുടെ റൊമാൻറ്റിക് സ്റ്റോറീസ് ഫസ്റ്റ് ഹാഫിൽ വർക്കായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ് പാളിയായിരുന്നു. ഹക്കീം ഷാജഹാൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു, പക്ഷേ ആ കഥ അത്ര സുഖമില്ല, അവരുടെ ഒരു പാർട്ട്. പക്ഷേ എനിക്ക് മറ്റേത് മൊത്തത്തിൽ അനുമോഹൻ്റെ പെർഫോമൻസ് ആയാലും നിഖില വിമലിൻ്റെ പെർഫോമൻസ് ആയാലും ആ കഥയായാലും ഒന്നും ഭയങ്കര ശോകം, എഴുത്തും പരിപാടികളൊക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ടെക്നിക്കലി സിനിമാറ്റോഗ്രാഫർ ജോമോണ്ടി ജോൺ ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ മൊത്തത്തിലുള്ളത് പോട്ടെ, ചില ഫ്രെയിംസിൽ വരെ മറ്റേ ഡസ്റ്റൊക്കെ കയറി നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് പൊടിയിരിക്കുന്നതായിട്ട് അനുഭവം തോന്നും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ എക്സാക്ട് ഒരു ഷോട്ട് പറയുകയാണെങ്കിൽ അനുമോഹൻ്റെ ക്യാരക്ടർ മൂന്നാറിലോട്ട് പോകുന്നൊരു ഷോട്ടുണ്ട്, ഹൈ റേഞ്ച് കയറുന്നത്. അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ആ ഫ്രെയിമിൽ നമുക്ക് വിസിബിൾ ആണത്. പിന്നെ മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേ മൊത്തത്തിൽ പടം കയ്യിൽ നിന്ന് പോയി. ഭയങ്കര അമച്വറിഷ് മേക്കിങ്ങും മോശം, ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ എഴുതിയൊരു സ്ക്രിപ്റ്റുമായിട്ടാണ് തോന്നിയത്. അതിന് കാരണം ഇതൊരു മെയിൻ ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണ്. പിന്നെ ട്രെയിലർ കണ്ടാൽ മനസ്സിലായി ഇത് തെലുങ്ക് പടമാണ്, ഭയങ്കര ഫേമസ് ആയതാണ്. അത് നല്ല സിനിമയായിരുന്നു. പക്ഷേ ഇത് അതിനെയും കൂടെ വില കളഞ്ഞൊരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 1.5 ഔട്ട് ഓഫ് 5 ആണ്. പറയാൻ വിട്ടുപോയി, മേതിൽ ദേവിക ആയാലും അനുമോഹൻ ആയാലും നിഖില വിമൽ ആയാലും അനുശ്രീ ആയാലും ഇവരൊക്കെ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. കാരണം അതെടുത്ത് പറയണം, കാരണം ഇവർക്കൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇങ്ങനത്തെ മോശം പെർഫോമൻസ് മത്സരിച്ച് കഴിച്ചു വെക്കുന്നതിലൊരു ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.